അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളും തുറക്കുവാനും അതിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൊണ്ടുവരുവാനും മാർഗനിർദ്ദേശവും അനുഗ്രഹവും തേടി വിനയത്തോടും ആദരവോടും കൂടി ഞാനിതാ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ മധ്യസ്ഥതയിൽ ഞാൻ എൻ്റെ ഭവനത്തെ, മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ കൃപകളും നൽകണമേ. ഞങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരമോന്നത സ്രോതസ്സായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ദൈവിക സാന്നിധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ എൻ്റെ പാത പ്രകാശിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംബന്ധിച്ച് അങ്ങേ ഉദ്ദേശങ്ങളായി പൊരുത്തപ്പെടുന്ന ജ്ഞാനവും ജ്ഞാനപൂർവമായ തീരുമാനമെടുക്കുവാൻ എനിക്ക് ആവശ്യമായ വിവേചനാധികാരം നൽകണമേ. നല്ല ദൈവമേ, അങ്ങേ ശക്തിയിലും സ്നേഹത്തിലും അചഞ്ചലമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും അപ്പുറം കാണുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ യാത്രയിലുണ്ടാകുന്ന തടസ്സങ്ങൾ അങ്ങ് മാറ്റിത്തരണമേ. നല്ല ദൈവമേ, എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. അങ്ങേ സഹായത്താൽ എനിക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിൽ തൊഴിൽപരവും സാമ്പത്തികമായും കുടുംബമായും എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന വാതിലുകൾ തുറന്നു തരണമേ. ഞങ്ങൾ അർഹിക്കുന്ന വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ അവസരങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ കരുത്താർന്ന കരം ഉണ്ടായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇതിനകം അമ്മ എനിക്ക് നൽകിയിട്ടുള്ള
എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അങ്ങേ അനുഗ്രഹം തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കട്ടെ. ഞങ്ങളുടെ നന്ദി കൂടുതൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞതായിരിക്കട്ടെ. കൃപാസന പ്രസാദപര മാതാവേ, ഈ പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പാത മുറിച്ചു കടക്കുന്ന എല്ലാ ആളുകളെയും ഓർക്കുന്നു. അവർക്ക് വെളിച്ചവും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പ്രകടമാകട്ടെ. കാരണം എനിക്കുള്ള ഏറ്റവും നല്ല മാർഗമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം സ്ഥിരമായിരിക്കട്ടെ. അങ്ങയുടെ കൈകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആശങ്കകളും പ്രതീക്ഷകളും സമർപ്പിക്കുന്നു. എല്ലായ്പ്പോഴും അങ്ങയുടെ സ്നേഹവും സംരക്ഷണവും എനിക്ക് അനുഭവവേദ്യമാകട്ടെ. പരിശുദ്ധ മാതാവേ, എനിക്ക് ചുറ്റുമുള്ള എല്ലാവരുമായും എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കിടുന്ന അങ്ങയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരാളാക്കി എന്നെ മാറ്റണമേ. ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുമ്പോൾ അമ്മയുടെ ശക്തിയുടെ സാന്നിധ്യം എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവരെയും വലയം ചെയ്യട്ടെ. സമാധാനവും പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ദൈവിക പദ്ധതിയുടെ മഹത്വത്തിൻ്റെ പങ്കാളികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് എണ്ണമറ്റ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയണമേ. ദുരിതബാധിതരുടെ നിലവിളി കേൾക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ പൊതിയണമേ. ശാരീരികവും വൈകാരികവും ആത്മീയവുമായി ഞങ്ങൾക്കെല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നന്മയിലൂടെയും കരുണയിലൂടെയും ഞങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്ന രോഗശാന്തിയും വിമോചനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഓ മാധുര്യമുള്ള അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ വിലാപങ്ങൾ കേൾക്കണമേ. ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളെ ശാന്തമാക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന എളിമയുടെയും അനുസരണത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും മാതൃക പിന്തുടർന്ന് വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വമുള്ള അമ്മേ, ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ, ഞങ്ങളുടെ ചുമലിൽ ഭാരമുള്ള ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിക്കുന്നു. അമ്മ, ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അമ്മ ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ ശക്തമായ പിന്തുണയിലും
ആശ്വാസത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സ്വർഗീയ സാന്നിധ്യവും മാതൃസ്നേഹവും ഞങ്ങളിൽ പ്രകടമാക്കണമേ. അമ്മയുടെ സ്വർഗ സാന്നിധ്യവും മാതൃസ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമാകട്ടെ. രോഗികൾക്ക് നിരാശാജനകമായ ആശ്വാസവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകണമേ. രോഗികൾക്ക് ആശ്വാസവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകണമേ. ഈ സമയം അമ്മയുടെ കരുണയ്ക്കും സഹായത്തിനും വേണ്ടി ഞാൻ നിലവിളിക്കുന്നു. കൃപയുടെ ഒഴിച്ചുകൂടാനാവാത്ത പരിശുദ്ധ അമ്മേ, രോഗികളെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കുമായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ രോഗശാന്തി നൽകണമേ. വേദനയിൽ ആശ്വാസം നൽകണമേ. അമ്മയുടെ കരുണാർദ്രമായ കരങ്ങൾ രോഗികളായ ഞങ്ങളുടെ മേലും ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ മേലും നീട്ടണമേ. മാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്നവർക്കും ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും വേണ്ടി അമ്മ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങേ പുത്രൻ്റെ സാന്നിധ്യവും കൃപയും കൊണ്ട് അവരുടെ വേദന ഒഴിവാക്കുകയും അവർക്ക് ദൈവിക സാന്ത്വനം ലഭിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ആത്മവിശ്വാസവും പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ. രോഗികളുടെ പരിചരണത്തിനായി ജീവിതം സമർപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കൃപ പകരുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേ. സമാധാനത്തിനും ആശ്വാസത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കണ്ണുനീര് പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുതേ. ഉത്തരം ലഭിക്കാതെയും പോകരുതേ. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ശാന്തതയും ഇരുണ്ട മണിക്കൂറുകളിൽ പ്രത്യാശയും കണ്ടെത്തുവാൻ അമ്മേ മാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും പ്രിയപ്പെട്ടതും ഏറ്റവും ശക്തമായ ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ അമ്മേ, അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരന്തരമായ മധ്യസ്ഥതയിലും ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെയും സഹായത്തിനായി നിലവിളിക്കുന്ന ഹൃദയങ്ങളെയും ആവശ്യങ്ങളെയും ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ എളിമയുടെയും കീഴടങ്ങലിൻ്റെയും മാതൃകയിൽ ഈ സമയം ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾ കണ്ടെത്തട്ടെ. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. തൊഴിലില്ലായ്മ, ഉപജീവന മാർഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടുന്ന എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കുന്നതിനും ആവശ്യമായ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും അവസരങ്ങൾ കണ്ടെത്തുന്നതിനും അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, നിസ്സഹായരായ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സ്നേഹവും ദയയും അനുരഞ്ജനവും നൽകി ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും പരസ്പര പിന്തുണയുടെയും സ്രോതസ്സുകളായി മാറട്ടെ.
പരിശുദ്ധ മാതാവേ, സങ്കടത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഭാരം വഹിക്കുന്ന വൈകാരികമായി പീഡിതരായവരിലേക്ക് അമ്മയുടെ നോട്ടം തിരിക്കണമേ. മുറിവേറ്റ ഹൃദയങ്ങളുടെ കണ്ണുനീർ തുടച്ച് അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകണമേ. ആന്തരിക രോഗശാന്തിയിലേക്കും ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്കും പുനർനിർമ്മാണത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. അമ്മേ മാതാവേ, ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളാൽ വിഷമിക്കുന്ന എല്ലാവർക്കുമായി മാധ്യസ്ഥം വഹിക്കണമേ. ഗുരുതരവും വിട്ടുമാറാത്തതുമായ രോഗങ്ങളുമായി മല്ലിടുന്നവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ അമ്മ സ്പർശിക്കണമേ. രോഗത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ എല്ലാവർക്കും ശക്തി നൽകണമേ. ദൈവഹിതമനുസരിച്ച് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നൽകണമേ. എല്ലാ പീഡിതർക്കും ദരിദ്രർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടവർക്കും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധ മാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.